ഹായ് എവരിവൺ. ഇന്ന് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ഒരു സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ സർവേ ചെയ്യാം എന്നാണ് കാരണം ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ട് ബാംഗ്ലൂർ വന്ന് മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഞാൻ ഓൺലൈൻ ആപ്പ് ത്രൂ ആണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഏതൊക്കെ ആപ്പുകളാണ് യൂസ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ ഡിഫിക്കൽട്ടിയാണ് ഫേസ് ചെയ്തേക്കുന്നതായിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ആപ്പിനെ കുറിച്ചും ഞാൻ ഈ ഗൂഗിൾ പ്ലേ വഴി കാണിച്ചിരുന്നത്. ഇപ്പോൾ സിറ്റി വരുമ്പോൾ മെയിനായിട്ട് വേണ്ട കാര്യമാണ് നമ്മുടെ സ്റ്റേക്ക് വേണ്ടി നമുക്ക് ഇപ്പം ആദ്യമേ നമ്മളിപ്പം ഇനിഷ്യലി നമ്മൾ വരുമ്പോൾ ഫാമിലിക്ക് വേണ്ടി റൂം എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം. അതിനുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് പി ജി എടുക്കാൻ പറ്റിയൊരു ആപ്പാണ് ഈ സോളോ എന്ന് പറഞ്ഞൊരു ആപ്പ്. നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്തിട്ട് തന്നെ നല്ല പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കിട്ടും. റൂം ടൈപ്പ് ഏതാണെന്നും നമുക്ക് ഏത് ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഫ്ലാറ്റുകൾ വേണമെങ്കിൽ നമുക്ക് വേണ്ട ആപ്പാണ് 99 acres എന്ന ആപ്പ്. നമുക്ക് റെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. 1 BHK 2 BHK റെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് ഇതിനകത്തൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ആൾക്കാരെയൊക്കെ. നിന്നിട്ട് നമുക്കൊരു 2 ആഴ്ചത്തോളം നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് പ്രോപ്പർട്ടി പോയി കണ്ട് മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഫ്ലാറ്റ് വേണമെന്നുള്ളത്. ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് റെൻ്റൽ എഗ്രിമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞത്. റെൻ്റൽ എഗ്രിമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം നമുക്കിപ്പോൾ ഒരു സ്കൂട്ടർ വേണമെങ്കിൽ തന്നെ റെൻ്റൽ എഗ്രിമെൻറ്റ് അവർക്ക് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷനും വേണ്ടി റെൻ്റൽ എഗ്രിമെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ റെൻ്റൽ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര റെൻറ്റിലാണ് താമസിക്കുന്നത്, ഏത് ഓണറിന് അണ്ടറിലാണ് താമസിക്കുന്നതൊക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ്. ഇതിന് 400 രൂപയാകത്തുള്ള ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിൽ പോയാലും മതി. അത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ നോ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതും നമ്മുടെ ഈ റെൻറ്റിനും ഫ്ലാറ്റ് PGക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ട്രാൻസ്പോർട്ടേഷന് ഞാൻ ബീപ്പ് കാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് കൂടെയാണ് ഞാൻ സ്കൂട്ടർ മേടിച്ചത്. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി മേടിച്ച്. കാരണം എനിക്ക് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ട്രാൻസ്പോർട്ടേഷൻ ഇച്ചിരി ചിലവേറിയ പരിപാടിയാണ്. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് കിട്ടും. ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ 1 year അവർ എൻജിനും ഗിയർ ബോക്സിനും വാറൻറ്റി തരുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അവർ തന്നെ അത് സോൾവ് ആക്കിക്കോളും. അതുകൊണ്ട് ഞാൻ ആ സ്കൂട്ടർ എടുത്തിട്ട് നമുക്ക് ഇൻഷുറൻസ് ഈ RC ബുക്ക് കിട്ടാനായിട്ട് ഏകദേശം ഒരു 60 days എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷുറൻസിന് ഞാൻ വിചാരിച്ചു ഇനി പുതിയ ഇൻഷുറൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും, നല്ലൊരു എമൗണ്ട് പോലും എന്ന് ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഞാൻ റിലയൻസ് ഇൻഷുറൻസിൽക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ജസ്റ്റ് പഴയ ഓണറിൽ നിന്ന് എൻ്റെ പേര് മാത്രം മാറ്റിയാൽ മതി. ഒരു 59 rupees അതിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും അത് 65 rupees അതും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ സ്കൂട്ടറിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ. പിന്നെ മെയിനായിട്ട് ഈ സിറ്റിയിലൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആപ്പുകളാണ് ഈ ഊബറും അതോടൊപ്പം തന്നെ റാപ്പിഡോ. ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ റാപ്പിഡോ ആണ് കുറച്ചും കൂടെ ചീപ്പായിട്ട് തോന്നിയത്. ഞാനിപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ റാപ്പിഡോ ത്രൂ ആണ് എല്ലാം ഇപ്പോൾ ലോങ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടി വരുന്നത് ഇപ്പം വീടെടുത്ത് കഴിഞ്ഞിട്ട് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വേണ്ടി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഫാന് ഇതെല്ലാം ഞാൻ ആമസോൺ ആപ്പിലൂടെയാണ് ഞാൻ സാധനങ്ങൾ മേടിച്ചത്. കാരണം നമ്മളിപ്പം പുറമേ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ 2-3 കടകളിൽ പോയി അന്വേഷിച്ചപ്പോൾ തന്നെ നല്ല റേറ്റ് വ്യത്യാസം ഞാൻ കണ്ടു. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാളേഷന് വേറെ, പിക്കപ്പിൻ്റെ ടാക്സി ചാർജ് വേറെ. ഈ ആമസോൺ ത്രൂ ആണെങ്കിൽ ഇൻസ്റ്റാളേഷനും അവർ തന്നെ വന്ന് ചെയ്തു തരും, ട്രാൻസ്പോർട്ടേഷൻ ചിലവുകളില്ല, സെക്കൻഡ് ഫ്ലോറിൽ തന്നെ അവർ കൊണ്ട് ഇറക്കി തരും. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ആമസോൺ ആപ്പിൽ കൂടെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ. പിന്നെ അടുത്തത് ഫർണിച്ചർ വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനുള്ളതാണ് ടൂറൻസ്കോ. ഇതിനകത്ത് നമുക്ക് സാധനങ്ങൾ റെൻറ്റിനും പെർ മന്ത് ഇന്ന എമൗണ്ടിൽ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വർഷം നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെൻറ്റിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്കിത് മേടിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഈ ആപ്പ് ത്രൂ. പിന്നെ നമുക്ക് ഗ്യാസ് കണക്ഷൻ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു ആപ്പുണ്ട്. അത് ഹെലോ
BPCL എന്ന് പറഞ്ഞ ആപ്പാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ KYCയും ആധാർ കാർഡിൻ്റെ കാര്യവും പിന്നെ റെൻ്റൽ എഗ്രിമെൻറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ അവർ നമ്മളിങ്ങനെ കോൾ ചെയ്യും, പക്ഷേ അവർ കോളൊന്നും ചെയ്തില്ല. ഞാനത് ഈ തൊട്ടടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞാൻ വിളിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ പിന്നെ ഓൺലൈനിൽ ത്രൂ ചെക്ക് ചെയ്തു, ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അവർ കൊണ്ട് കണക്ട് ചെയ്ത് തന്നു. പിന്നെ മെയിനായിട്ട് വേണ്ട ഗ്രോസറി ഐറ്റംസിന് നമുക്ക് വേണ്ട ആപ്പുകളാണ് നമ്മുടെ ഇൻസ്റ്റാസ്മാർട്ട്, അതോടൊപ്പം തന്നെ ബ്ലിങ്കിറ്റ്. ഈ 2 ആപ്പുകളും സാധാ നമ്മുടെ കടയിൽ നിന്നേക്കാളും നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടും. ചിലതൊക്കെ നോക്കുമ്പോൾ 50 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങൾ കണ്ടായിരുന്നു. നമുക്ക് ഫുഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ എന്ന ഈ 2 ആപ്പുകൾ മതി നമുക്ക് മെയിനായിട്ട്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ സിമ്മ് ഞാൻ എൻ്റെ കേരളത്തിലെ ജിയോ സിമ്മായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറൊരു പുതിയ സിം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുതിയ സിം എടുത്തപ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ ജിയോ സിമ്മ് മന്ത്ലി ഇന്ന എമൗണ്ടിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ അത് കട്ടായിപ്പോവും. അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ 2 സിം റീചാർജ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഞാനത് പ്ലാൻ ഇട്ടേക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ബാംഗ്ലൂർ സിം ക്യാൻസൽ ചെയ്തിട്ട് ഈ ജിയോ സിം തന്നെ ഞാൻ പോർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അതെല്ലാവരും ഒന്ന് ആലോചിച്ചോണം. കാരണം മാക്സിമം കേരളത്തിലെ സിം തന്നെ പോർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ 2 സിമ്മും കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ചിലപ്പം നാട്ടിലെ സിമ്മൊക്കെ വേറെ ബാങ്കുമായിട്ട് ഇൻ്റർലിങ്കിലാണെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ നമുക്ക് വരുന്ന കൊറിയർസ്. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് നമുക്ക് 20 കിലോയുടെ ഒരു 3 ബോക്സ് അയച്ചായിരുന്നു. അപ്പം പോസ്റ്റ് ഓഫീസ് വഴി അയച്ചത്. പോസ്റ്റ് ഓഫീസൊക്കെ ഭയങ്കര ചീപ്പായിട്ട് അവർ അയച്ചേക്കുന്നത്. 1 കിലോയ്ക്ക് എത്ര 63 രൂപയും കണ്ടാൽ ഉള്ളതെന്ന്. 20 കിലോ ബോക്സ് അയക്കാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂട്ടറേ ഉള്ളൂ, അതുകൊണ്ട് വെഹിക്കിൾസ് ഒന്നുമില്ല ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങൾക്ക് ഒരു പരിചയക്കാരനെ അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒരു ടാക്സിയിൽ അറേഞ്ച് ചെയ്ത് വിട്ട്. കാരണം എനിക്ക് ജോലി മൺഡേ ടു സാറ്റർഡേ ഉണ്ടായിട്ട് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോകാനും പറ്റിയില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ ഒരു ടാക്സി പിടിച്ച് അത് 900 റുപ്പീസായി. പിന്നെ ഇയാൾക്ക് വേണ്ടി ഒരു ചിലവിനുണ്ട്, ഞാൻ ചെറിയൊരു എമൗണ്ടും കൂടി കൊടുത്തു. എല്ലാം കൂടെ ഒരു 1400 രൂപയുടെ എക്സ്പെൻസ് വന്ന്. പിന്നെയാണ് ഞാൻ ഈ ഒരു ആപ്പ് ഞാൻ കണ്ടത്, പോർട്ടർ ആപ്പിനകത്ത് നമുക്ക് ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തോ സാധനം, എത്ര രൂപയുടെ സാധനമാണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഞാൻ പോസ്റ്റ് ഓഫീസിലായതുകൊണ്ട് എൻ്റെ ആധാർ കാർഡ് ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അവർ അവിടുന്ന് പോയി പർച്ചേസ് ചെയ്ത് നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ട് എത്തിച്ചു. വെറും 450 രൂപയായുള്ളൂ ഈ ഇത്രയും ചെയ്തതിന്. കഴിഞ്ഞോട്ട് ഞാൻ 1400 മുടക്കിയതാണ്. ഇപ്പോൾ 400 രൂപയ്ക്ക് അത് കാര്യം നടന്നു. പിന്നെ നമുക്ക് സ്കൂട്ടർ റിപ്പയറൊക്കെ, നമുക്കിപ്പോൾ സ്കൂട്ടർ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ഓട്ടോ എയ്ഡ് എന്നൊരു ആപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റളവിലുള്ള കടകളെക്കുറിച്ചും വേണമെങ്കിൽ വീട്ടിൽ വന്ന് തന്നെ അവർ പഞ്ചറൊക്കെ ഒട്ടിച്ച് റിപ്പയറൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു ആപ്പ് യൂസ്ഫുൾ ആവും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്നതാണ് അർബൻ കമ്പനി. ഈ ആപ്പ് മെയിനായിട്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ പരമായിട്ടും പ്ലംബിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, കാർപ്പൻറ്റേഴ്സും എല്ലാം ഒരു ഫിക്സഡ് റേറ്റിൽ അവർ ചെയ്തു തരും. ഫാൻ റെഗുലേറ്റർ, ഒരു റെഗുലേറ്റർ മാറ്റാൻ വേണ്ടി തന്നെ വരും 50 രൂപയ്ക്ക് കണ്ടേ ഉള്ളൂ എൻ്റെ എക്സ്പെൻസ്. അവർ വന്ന് റെഗുലേറ്റർ മാറ്റി തന്നിട്ടൊക്കെ പോകും. അത് BMTC എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഈ ആപ്പ് ഇത് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ലൊക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് അടിച്ചു കൊടുത്താൽ അവർ ഇവിടെ ബസ് നമ്പേഴ്സാണ് കൂടുതൽ. ബസ് നമ്പേഴ്സ് വഴിയേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബസ് നമ്പേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. ഇനി വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഇത്രയാണ് എനിക്കൊരു ഓർമ്മ വന്നേക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എനിക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് നിന്നിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ ആപ്പുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.